കൊണ്ടല്ല തിരിഞ്ഞിക്കണത്. വഹിച്ചാട്ടാ ഞമ്മക്ക് എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. മാർച്ച് 27 എല്ലാരും വെയിറ്റിംഗ് ആണ്. ഓൾ ഇന്ത്യ വെയിറ്റിംഗ് ആണ്. നാളെ ഡബിങ് തുടങ്ങണുള്ളൂ. തുടങ്ങി. ഓക്കെ. സുരാജ് ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നോ ജംഗിൾ പുളി എന്നാ പറഞ്ഞത്? ജംഗിൾ പുളി പുതിയ പുളിയാ, ജംഗിൾ പുളി എന്നാ പറഞ്ഞത്. ഞങ്ങളോടൊക്കെ ജംഗിൾ പുളിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഈ ലൂസിഫറിലെ ആ ഡയലോഗ് പറയാത്ത ആളുകളില്ല. ഒരു മര്യാദയൊക്കെ വേണ്ടി ജീവിതത്തിന്റെ ഭാഗമായി മാറി പലരും ഈ സിനിമയിലെല്ലാം ആദ്യമായിട്ട് മര്യാദ കണ്ടിട്ട് പരസ്പരം ചോദിക്കുന്ന വാക്കല്ലേ ഇത്. എമ്പുരാനിൽ ചെറിയൊരു വേഷമായിരുന്നു, പക്ഷെ വൻ തരംഗായിരുന്ന വേഷം. അല്ല സോറി ലൂസ്. അപ്പൊ എമ്പുരാനില് എക്സ്റ്റൻഡഡ് പറയില്ല. അല്ല ഈ മറ്റേ ഡയലോഗ് വൈറലായ പോലെ വൈറലാവാൻ സാധ്യതയുള്ള ഒരു ഡയലോഗ് ഉണ്ടോ ചേട്ടാ ഈ എമ്പുരാനില്? കൈനിട്ട് എന്തേലും പറഞ്ഞു? ഒന്നും ഈ സിനിമ പറയാൻ പറ്റില്ല. മാത്രമേ പറയാൻ പറ്റൂ. രാജേട്ട ഒന്നിനും ബാക്കിയുള്ള സിനിമയിലൊക്കെയാണ് കൈ എന്ന് പറയും. ഇതിൽ അവർക്ക് ഒരു കാച്ചി കുറിക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് കയ്യെന്ന് പറയാനായിട്ടുള്ള സാധ്യതകളില്ല. സുരാജേട്ടൻ പറഞ്ഞ പൃഥ്വിരാജ് ഒരു റോബോട്ടാണെന്ന് പറഞ്ഞേ. ആസ് എ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ഒരു റോബോട്ടാണെന്ന് പറഞ്ഞേ. പൃഥ്വിരാജ് ചിലപ്പം ഹോളിവുഡിൽ പടം ചെയ്താലും അതിശയിക്കാനില്ല. ചിലപ്പോൾ ചെയ്തേക്കും, ഭാവിയിൽ ചെയ്തേക്കാം. അതിനുള്ള ടാലന്റ് ഉണ്ട്. എമ്പുരാൻ കഴിഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ട് കൂടെ ഉണ്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു കിംവദന്തി ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ പറഞ്ഞേ 3 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജേട്ടൻ പടത്തിനെ പറ്റി പുറത്ത് പറയില്ലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? രാജേട്ടൻ മാത്രം പറയും. ഞങ്ങളോട് എല്ലാരോടും രാജേട്ടൻ പറഞ്ഞു എമ്പുരാൻ ഒരു ചെറിയ പടാണ്. പക്ഷെ അതിൽ അഭിനയിച്ചവരൊക്കെ പറയും എമ്പുരാൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് വരാൻ പോകുന്നത്. രാജേട്ടൻ എപ്പോഴും നോക്കിയാലും ചെറിയ പടാന്ന് പറയുന്നത്. ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വലിയ പ്രതീക്ഷ, അതായത് ഒരുപാട് പ്രതീക്ഷിക്കരുതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലാതെ ചെറിയ പടം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് വൈസ് ചെറിയ പടമൊന്നുമല്ല. അതേപോലെ ബൈച്ചേട്ടാ ഇപ്പം ഈ ലൂസിഫർ ചെയ്തതിന് ശേഷമാണ് രാജേട്ടൻ കുറേ പാൻ ഇന്ത്യൻ പടങ്ങളിലൊക്കെ അഭിനയിച്ചു. ഇപ്പം പ്രശാന്ത് നീലിനെ പോലുള്ള ഡയറക്ടറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ എമ്പുരാനിൽ രാജേട്ടൻ ആസ് എ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിരുന്നോ? റിലീസ് ആകുമ്പോൾ മനസ്സിലാകും. അങ്ങനെ പറയില്ല. അല്ല, ഒരു ഡയറക്ടറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് വ്യത്യാസം ലൂസിഫർ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റ് ആയോ കുറച്ചുകൂടെ? ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഇനി അതിനകത്ത് ഇനി വേറെ അപ്ഡേഷന്റെ കാര്യമില്ല. മാർക്കം കണ്ടില്ല, കാണണം. മാർക്കം കൊള്ളാന്ന് പറയും. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. പക്ഷെ വയലൻസ് മലയാളത്തിൽ ഒരു ബെഞ്ച് മാർക്കായി മലയാള സിനിമയിൽ. ഷമീ തിലകന്റെ മോനാണ് അഭിമന്യു. ഉണ്ണിമുന്തൻ പറയുന്ന പൃഥ്വിരാജും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം, സിനിമകൾ ചെയ്യണമെന്നൊക്കെ. ആക്ഷനിലോട്ട് തിരിച്ചു വരണമെന്നാണ് രാജുവേട്ടൻ ആക്ഷനിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഉണ്ണിമുന്തൻ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞത്. രാജുവേട്ടന്റെ ഒരു ആക്ഷൻ പടം നമുക്ക് ഇനി അടുത്തതെല്ലാം പ്രതീക്ഷിക്കാമോ? ഇതൊക്കെ എന്റെ അടുത്താണോ? അല്ല, രാജേട്ടന്റെ ആക്ഷൻ പുള്ളിയെ കാണാൻ കിട്ടുന്നില്ല. രാജേട്ടന്റെ ആക്ഷൻ എമ്പുരാനിലുണ്ടാവും. അതൊന്നും എനിക്കറിഞ്ഞില്ല. ഞാനുമായിട്ടൊന്നും കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, അവരവർ അഭിനയിക്കുന്ന കാര്യങ്ങൾ അവരവർക്ക് അറിയുള്ളൂ. സിനിമയിൽ ഒരു ടോട്ടാലിറ്റിയെ പറ്റി ആർക്കും അറിഞ്ഞൂടാ. അത് 4 പേർക്ക് അറിയുള്ളൂ. അതേപോലെ തന്നെ വൻ ചർച്ച ആവണ മറ്റേ പോസ്റ്റർ തിരിഞ്ഞിരിക്കുന്ന ഒരാള്. അതാരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? ചൈനക്കാരനാണോ? ഞങ്ങൾക്ക് അറിയില്ല. ഡ്രാഗന്റെ പടമല്ല തിരിഞ്ഞിക്കണത്. ടോവിനോ പറഞ്ഞ് മലയാള നടനല്ലാന്ന് പറഞ്ഞ്. ഞാൻ മലയാള നടനാണെന്നുള്ള അതാണ് ഞങ്ങളുടെ ഡൗട്ട്. ഇന്റർനാഷണൽ ആണ്. കഴിഞ്ഞ ആഴ്ച ഇന്ദ്രേട്ടന്റെ ബർത്ത്ഡേക്ക് ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ ബർത്ത്ഡേ വരുമ്പോ അതോടെ ഫോട്ടോ കിട്ടിയിരുന്നു. എന്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് പടം ഇറങ്ങി കഴിയും. ഈ വർഷത്തെ കഴിഞ്ഞു പോയില്ല. ഞാൻ പറയില്ല. ഈ വർഷത്തെ കഴിഞ്ഞു പോയപ്പോ അടുത്ത
പോയി കഴിക്കുമല്ലോ. അപ്പം ഓക്കെ ഏട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പം